നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേക്ക് ഇത്ര ദിവസം ഒറ്റ ടിപ്പ് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ പ്ലസ് ടു സേ കുട്ടികൾ, ഈ കാണുന്ന കുട്ടികൾ ഒരിക്കലും തോക്കത്തില്ല, അത് ഉറപ്പാണ്. ഇത് സ്കിപ്പ് ചെയ്ത് കേൾക്കണം, വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ ആണ്. ഈ ഒരു ടിപ്പ് മാത്രം 3, 4, 5, 10 ടിപ്സൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒറ്റ ടിപ്പ് മാക്സിമം എല്ലാവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല കുട്ടികളും ടെൻഷനിലാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കൃത്യമായിട്ട് പാലിക്കുക. മാത്രമല്ല, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നേരത്തെക്കാട്ടിൽ ഉള്ളത് നമുക്ക് വളരെ ഫീസ് കുറവായിരുന്നു, അതിനേക്കാട്ടിലും ഫീസ് കുറച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്കെല്ലാം പരിമിതമായ ഫീസിൽ പഠിക്കാനും ജയിക്കുമെന്ന് ഉറപ്പുള്ള ക്ലാസ്സുകൾ കിട്ടാനും വേണ്ടിയാണ്. അത്രയും വിജയ ശതമാനമുള്ള ടോപ്പായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുകയും സിമ്പിളായിട്ടുള്ള നോട്ട്സും എല്ലാം കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗിരീഷ് ഫിസിക്സ് എന്ന് പറയുന്നതിനകത്ത് സേ ക്ലാസ്സുകൾ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 4 ലൈവ് ക്ലാസ്സുകൾ പോയി കഴിഞ്ഞു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അന്നേരം പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളത് നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നൊക്കെ കൊടുക്കുക. ദിവസങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങൾ കയറി പഠിച്ച് ജയിച്ച് ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു വന്നത്, ഒറ്റ ടിപ്പ് മതി നിങ്ങൾ സേ എക്സാം ജയിക്കാൻ. അത് നിങ്ങൾ വിചാരിക്കും ടെൻഷൻ ഒഴിവാക്കിയാൽ മതി സാർ. ഇനിയും നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാൽ, ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാൽ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഈ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് പ്ലസ് ടു സേ ജയിക്കാൻ പറ്റില്ല. പ്ലസ് ടു സേ ജയിക്കണമെന്നുണ്ടെങ്കിൽ കാച്ചിക്കുറുക്കിയ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അതാത് വർഷത്തെ കൃത്യമായിട്ടും വിലയിരുത്തുന്ന അധ്യാപകരിരുന്ന് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. ഇപ്പം നമുക്ക് 15-ാം തീയതി മുതലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നമ്മുടെ ലൈവ് ക്ലാസ്സസ് എല്ലാം, നമ്മുടെ ലൈവ് ക്ലാസ് ആയാലും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ബാച്ചസിലെല്ലാം കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഫിസിക്സിൻ്റെ 2 ടെക്സ്റ്റ് ഉണ്ട്, 14 ചാപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ മാത്സ് വലിയ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ ഉണ്ട്, കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി പോലും പഠിക്കേണ്ട, ഈസി ആയിട്ട് ജയിക്കാം. അന്നേരം അതിനകത്ത് ഏറ്റവും മാർക്ക് കിട്ടുന്ന, സിമ്പിളായിട്ട് പഠിക്കാവുന്ന, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് അതൊന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ സേ പരീക്ഷ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് ജയിക്കാം. വേറെ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറയാനില്ല, മോട്ടിവേഷൻ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. ഇത് പഠിച്ചാൽ മാത്രം മതി. അത് നമുക്ക് അവൈലബിളുമാണ്. ജയിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും ഗ്രൂപ്പിൽ ചേരുക, നിങ്ങൾക്ക് ജയിക്കുകയും ചെയ്യാം. അന്നേരം ഇത് കൃത്യമായിട്ട് പാലിക്കുക. ഒരു കുട്ടികളും തോക്കാതിരിക്കട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.